ഇതാണ് ഗൈസ് റൂട്ട്. ഒരു രക്ഷയില്ലാത്ത സീൻ റൂട്ടാണ്. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഫ്രെയിമിൻ്റെ തൊട്ട് പിറകെ നോക്കിക്ക് ഒരു ഹൊറർ ഫീൽ വരുന്ന ഒരു പ്രേതാലയം പോലെയൊക്കെയുള്ള സെറ്റപ്പ് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ഒരു ഡിസൈനും അതിൻ്റെ ഇപ്പോഴുള്ള ആ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നൈസാണ്, ഒരു 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 എന്താ പറയുക, വേറൊരു ടൈപ്പ് ഫീല്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലമലയിലാണുള്ള, എല്ലമലയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. അപ്പം പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജസ്റ്റ് ഒരു റൂട്ട് എക്സ്പീരിയൻസ് ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അതുപോലെ നിലമ്പൂരിൽ പാട്ടുത്സവത്തിന് പോകണമെന്നുണ്ട്. കഴിഞ്ഞിട്ടില്ലെങ്കിൽ പാട്ടുത്സവം വർക്കിംഗ് ആണെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളോട് കാണാം. എന്നിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ആ ഒരു രീതിക്ക് ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പയ്യെ പോയേക്കാം. എല്ലമല ടു ഗുഡല്ലൂർ അങ്ങനെ പോകുന്നൊരു ചെറിയ ട്രാവൽ വ്ളോഗായിരിക്കും. ഇതിനിടയിലൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. അപ്പം ഇങ്ങനെ പോയി നോക്കുകയാണ്. അവിടെ കുറേ ബൈക്കുകളും കാണുന്നുണ്ട്. അപ്പം എന്തായിരിക്കും ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മിക്കവാറും ഇത് അതായിരിക്കും. പിന്നെ വെള്ളം തെറിക്കുന്നുണ്ട് കേട്ടോ. പോയി നോക്കാം എന്തായാലും. ആടാ, ഇവിടെ ആളുകളൊക്കെ ഉള്ള പോലെ ഫീൽ ആവുന്നുണ്ട്. കാണിച്ചു തരാം. അല്ലേ വീയാണ്ടെന്നാ മതി. കണ്ടില്ലേ ഞാനിതേ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി കയറി പോണേണ്. ഇവിടെ ഇങ്ങനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ നിന്ന് കാണാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ കാട് കയറി ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഹെൽമെറ്റും കൈ പിടിച്ച് വന്നതാണ്. ഹെൽമെറ്റും ഞാനും അടിച്ചു മാറ്റേണ്ട വെച്ചിട്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഹെൽമെറ്റും കൈ പിടിച്ചാൽ ആയിരിക്കും മിക്ക സ്പോട്ടിലോട്ടും പോവാം. അപ്പോൾ ഇവിടെ ആരൊക്കെയോ മീൻ പിടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അത് കാണാൻ വിചാരിച്ച് ഇങ്ങനെ വന്നേന്. ഇതേ ഇവിടെ നിന്ന് പോവാണ്. പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. സോ ഐ എം ഗോയിങ് ബാക്ക് ഗൈസ്. നമുക്ക് ഒരുപാട് അടിപൊളി ഫ്രെയിംസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ ചാർജെല്ലാം ഫില്ല് ചെയ്താണ് വന്നത്. നേരത്തെ കണ്ട ആ ഒരു എന്താ പറയുക ഫാക്ടറി ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, അവിടെ ഒരു മോളിൽ കാണുന്നത് അതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫാക്ടറി. ഗവൺമെന്റ് സീൽ ചെയ്താന്ന് പറഞ്ഞത്. കുറെ മുമ്പ് ടാക്സ് എന്തൊക്കെയോ വെട്ടിച്ചോടിയിട്ട് ഗവൺമെന്റ് ക്ലോസ് ചെയ്യിപ്പിച്ചു. ഇതാണ് ഗൈസ് റൂട്ട്. ഒരു രക്ഷയില്ലാത്ത സീൻ റൂട്ടാണ്. നോക്കിക്കേ, ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ പക്ക ഈവനിങ് ഒരു 6 മണി സമയത്ത് സൺസെറ്റ് അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ചന്ദനമല എന്ന് പറയുന്ന ഒരു മലയുണ്ട്. അവിടുത്തെ സൺസെറ്റ് കിടില്ല എന്ന് പറഞ്ഞത്. അതേ കണ്ടോ, അതാണ് ആ മല. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. അതുപോലെ ആ മല അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് വരുന്നത്. അപ്പോൾ ദേ ഇവർ നമ്മളെ ആ ഒരു എന്താ പറയുക വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് പരിചയപ്പെട്ടതാണ്. അയ്യോ, നോക്കിക്കേ, വ്യൂ നോക്കിക്കേ എങ്ങനെയുണ്ട്. നമ്മൾ ഇനി ഇവിടെ നിന്ന് പോകുന്നത് ആ കാണുന്ന കുന്നുണ്ടല്ലോ, അതിൻ്റെ മണ്ടയ്ക്കാണ്. പോയി നോക്കാമല്ലേ. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു എന്താ പറയുക ടെമ്പിളുണ്ട്, അതുപോലെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പോട്ടിലോട്ടാണ് അടുത്ത് നമ്മൾ പോകുന്നത്. ഇതിനിടയിൽ ഒരുപാട് സമയം പല സ്പോട്ടിലായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല എന്നുള്ളൂ. നല്ല കിടിലൻ ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊക്കെ ഒരുപാട് അടിപൊളി
സ്പോട്ടുകളുണ്ട് ഇതിനിടയിൽ. അപ്പോൾ അവിടെയൊക്കെ നിർത്തി നിർത്തി പതുക്കെയാണ് നമ്മുടെ പോക്ക്. ഇതേ കണ്ടു ഇതുപോലുള്ള സ്പോട്ടുകൾ നിർത്തണം, എല്ലായിടത്തും നിർത്തി ആസ്വദിച്ച് സമാധാനമായിട്ടാണ് നമ്മൾ പോക്ക്. അത് കാണുമ്പോൾ ചിലപ്പം ഒരു 10 മിനിറ്റോ 20 മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ ആയിരിക്കും. പക്ഷേ എൻ്റെ ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു വ്ളോഗെല്ലാം. ഓക്കെ, ഇതുപോലൊക്കെ ഉള്ള പീസ്ഫുള്ളായിട്ടിരിക്കാൻ പറ്റിയ സ്പോട്ട്, മരം നോക്കിക്കേ, പൂവൊക്കെ ഉള്ള നല്ല നൈസായിട്ടുള്ള ലൊക്കേഷൻസ്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ പതുക്കെ സമാധാനത്തോട് കൂടിയിട്ടുള്ള യാത്ര. എങ്ങനെ? ആ ശരി. ഗൈസ്, അപ്പോൾ ആ പയ്യൻ നമുക്ക് ഫോട്ടോ എല്ലാം എടുത്ത് തന്നു കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു സമയമായപ്പോൾ തണുപ്പ് കൂടി വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ചന്ദനമല എന്ന് പറയുന്ന ആ ഒരു മലയ്ക്ക് മുകളിൽ പോകണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ തിരിച്ചു പോകണം. നൈസ് ഡേ. ഒരു സിമ്പിളായി ഇങ്ങനെ കാമായിട്ട് പോകുന്നൊരു ഡേ, ഒരു തിരക്കൊന്നും ഇല്ലാതെ ട്രിപ്പ് പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു രീതി എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പാണ്. ഇത് ഭയങ്കര റിലാക്സ് ആയി പോകുന്ന, സമാധാനമായിട്ട് പതുക്കെ ആഗ്രഹം തീരുവോളും ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും അങ്ങനെയൊക്കെ പോകുന്നൊരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു വൈബാണ് ഇന്നത്തെ ഒരു വൈബ്. ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാനുള്ള ഒരു സമയമായിട്ടുണ്ട്. നമ്മളതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 5 മണി 5:30 ആയി കാണും. ഇവിടെ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം ചിലവഴിച്ചു. ഇപ്പോൾ തണുപ്പാണെങ്കിൽ കൂടി വന്നിട്ടുണ്ട് ഈ ഒരു സമയം. ഇപ്പോൾ വെയിൽ പോയപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഏരിയയിലൂടെ ഒക്കെ വണ്ടി ഓടിക്കാനും നല്ല രസമുണ്ട്. ദേ ഇത് വഴിയാട്ടോ ആ ഒരു വ്യൂ പോയിന്റിലോട്ട്. ഈ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അതുവരെ വണ്ടി പോകുന്നൊരു വ്യൂ പോയിന്റ് ആണോ എന്നുള്ള കാര്യം അറിയില്ല. കണ്ടിട്ട് തോന്നുന്നു അതുവരെ വണ്ടി പോകുന്നുള്ള കാര്യം. വാവ്, ഭയങ്കര രസമുണ്ട്. ഒരു പഴമ ഫീൽ വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു ടെമ്പിള്. ഇവിടെ നിന്നുള്ള വ്യൂ നൈസാട്ടോ. വന്ന് നോക്കിക്കേ നിങ്ങൾ, എൻ്റെ പൊന്നെ സീന് വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ? തേയിലത്തോട്ടങ്ങൾ, നമ്മൾ ഇതുവരെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ആ വളവ്. ചുരമെല്ലാം ഇറങ്ങി ഫുഡും കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചുരത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ചുരത്തിൽ കുറച്ച് നിലമ്പൂരുകാരുണ്ട്. അപ്പോൾ ഞാൻ ഓരോട് കാര്യങ്ങൾ ചോദിച്ചിനി, നിലമ്പൂർ പാട്ടിനെ കുറിച്ച് ചോദിച്ചിനി. അപ്പോൾ ഒരു പറഞ്ഞ പരിപാടി എന്താ പറയുക, നിലമ്പൂർ പാട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാർണിവൽ പോലെ, അതായത് എക്സ്പോ ഫെസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ അവിടുത്തെ യന്ത്രഊഞ്ഞാൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു പാട്ട് സംഭവം കഴിഞ്ഞിട്ടുണ്ട്. മക്കളെ കണ്ടു.